കോഴിക്കോട് മലാപ്പറമ്പിൽ പെൺവാണിഭ കേന്ദ്രം പോലീസ് റെയ്ഡ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. മലാപ്പറമ്പിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നത്. സംഭവത്തിൽ 6 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരെയാണ് പോലീസ് പിടികൂടിയത്. അതിനിടെ പെൺവാണിഭ സംഘവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് പെൺവാണിഭ സംഘം പ്രവർത്തിച്ചിരുന്നത്. സ്ഥിരം ഇടപാടുകാരെ ഉൾപ്പെടുത്തിയാണ് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്ഥിര ഇടപാടുകാർ പരിചയമുള്ളവരെ കൂടി ഈ ഗ്രൂപ്പിൽ ചേർക്കും. ഇങ്ങനെയാണ് പ്രധാനമായും പെൺവാണിഭ സംഘം കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയിരുന്നത്. ഇടപാടുകാർക്ക് വാട്സപ്പിലൂടെ ലൊക്കേഷൻ കൈമാറും. ഫ്ലാറ്റിലെത്തുന്നവരെ സ്വീകരിക്കാൻ ഒരു റിസപ്ഷൻ സംവിധാനമുണ്ട്. കസ്റ്റമേഴ്സ് ഈ കൗണ്ടറിൽ പണം അടയ്ക്കണം. 3500 രൂപയാണ് ഒരു ഇടപാടുകാരനിൽ നിന്ന് വാങ്ങിയിരുന്നത്. ഇതിൽ നിന്ന് 1000 രൂപയാണ് പെൺകുട്ടികൾക്ക് നൽകിയിരുന്നത്. ശരാശരി 25 ഇടപാടുകാർ ഒരു ദിവസം ഫ്ലാറ്റിലെത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഒരു ആശുപത്രിക്ക് സമീപമായിരുന്നു ഈ പെൺവാണിഭ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ആശുപത്രിയിൽ രോഗികൾക്കൊപ്പം എത്തുന്നവരായിരുന്നു പ്രധാനമായും ഇടപാടുകാർ. മലാപ്പറമ്പിലെ ഇയപ്പാടിയിലെ അപ്പാർട്ട്മെൻറ്റിലാണ് വെള്ളിയാഴ്ച വൈകിട്ട് പോലീസ് റെയ്ഡ് നടത്തി പെൺവാണിഭ സംഘത്തെ കുടുക്കിയത്. വയനാട് ഇരുളം സ്വദേശി ബിന്ദു ആയിരുന്നു അനാശാസ്യ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാരി. ബിന്ദു നേരത്തെയും അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സംഘത്തിലുണ്ടായിരുന്ന ഇടുക്കി കട്ടപ്പന സ്വദേശി അഭിരാമി, പുറ്റേക്കാട്ട് കരുവൻതുരുത്തി ഉപേഷ് എന്നിവരെയും പോലീസ് പിടികൂടി. പെൺവാണിഭ സംഘം സ്ത്രീകളെ എത്തിച്ചത് തിരുവനന്തപുരം, ചെന്നൈ, ബംഗളൂരു, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നാണ്. ഫ്ലാറ്റിന് പ്രതിമാസം 1,15,000 രൂപയാണ് സംഘം വാടക നൽകിയിരുന്നത്. അപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ച് ചിലർ പോലീസിനെ പരാതി അറിയിച്ചിരുന്നു. തുടർന്ന് സിറ്റി ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ അപ്പാർട്ട്മെൻറ്റ്. കൊച്ചിയിലും ഇത്തരം അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതായാണ് റിപ്പോർട്ട്. പെൺവാണിഭ കേന്ദ്രങ്ങളുടെ വലിയ നെറ്റ്വർക്കുകളാണ് ഇവിടെയുള്ളത്. വാട്സപ്പ് വഴിയാണ് പ്രധാനമായി ഇടപാടുകൾ നടക്കുന്നത്. അനാശാസ്യ കേന്ദ്രങ്ങളിൽ എത്തിയാൽ യുവതികളെ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട്. മലയാളി പെൺകുട്ടികളും കേരളത്തിന് പുറത്തു നിന്നുള്ളവരും ഇവിടെയുണ്ട്. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ കണ്ട് തിരഞ്ഞെടുക്കാനും അവസരമുണ്ട്. വാട്സപ്പിലൂടെ ഇടപാടുകാർക്ക് ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്ന രീതിയുമുണ്ട്. പിന്നാലെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളി വരും. ഫോട്ടോ ഇഷ്ടപ്പെട്ടാൽ ഇടപാട് ഉറപ്പിക്കും. നിരവധി ഓഫറുകളും പെൺവാണിഭ സംഘങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ടത്രേ. 5 തവണ തുടങ്ങി വമ്പൻ കോംബോ ഓഫറുകളും പെൺവാണിഭ സംഘങ്ങൾ നൽകുന്നുണ്ടെന്നാണ് വിവരം. കേരളത്തിലെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പെൺവാണിഭ സംഘങ്ങൾ തഴച്ചു വളരുകയാണ്. അപ്പാർട്ട്മെൻറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പോലീസുകാർക്ക് പോലും തൊടാൻ കഴിയാത്ത തരത്തിൽ പ്രബലരാണ് ഇത്തരം കേന്ദ്രങ്ങൾ നടത്തുന്നത്. പരൽമീനുകൾ മാത്രമാണ് പോലീസിൻ്റെ വരയിൽ കുടുങ്ങുന്നത്.